എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിപിക്സ്. നമ്മുടെ ഋതിക് റോഷൻ്റെ ഈറ്റ് ഫിറ്റ് ഇല്ലേ, നല്ല ഹെൽത്തി ഫുഡൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ അവിടുന്ന് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഒരു മാംഗോ പുഡിംഗ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ ഒന്ന് തിരക്കി പിടിച്ചപ്പോഴാണ് നുറുക്ക് ഗോതമ്പും മാങ്ങായും പിന്നെ തേങ്ങാപ്പാലും തേനും ഒക്കെയാണ് അവർ ഹെൽത്തി ആക്കാൻ വേണ്ടി ചേർത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ തേങ്ങാപ്പാലിന് വരെ സാധാ പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ തേനൊന്നും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുത്ത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയിലാണിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് കോൺഫ്ലവറും ജലാറ്റിനും ഒന്നും ഇല്ലാതെ തയ്യാറാക്കുന്നൊരു ഈസി മാംഗോ പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നല്ല മധുരമുള്ള മാങ്ങ വേണം. ഞാനിവിടെ അൽഫോൺസ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് തീരെ പുളിയൊന്നുമില്ല, നല്ല മധുരമുള്ള മാങ്ങയാണ്. 3 മാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിനി തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് പീസാക്കി കൊണ്ടുവരാം. അപ്പോൾ മാങ്ങ എടുക്കുമ്പം നല്ല മധുരമുള്ള അധികം പുളിയില്ലാത്ത മാങ്ങ എടുക്കാനായിട്ട്, പഴുത്ത മാങ്ങ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല പഴുത്ത മാങ്ങയായിരിക്കണം. അപ്പോൾ ഒന്ന് ക്യൂബ്സ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയിലിട്ട് അടിച്ചൊന്ന് പ്യൂരി ആക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മാങ്ങയ്ക്ക് അധികം മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പ്യൂരി ആക്കാൻ നേരം ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുത്ത് പ്യൂരി ആക്കിയതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല മധുരമുള്ളൊരു പ്യൂരി ആയിരിക്കണം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മാങ്ങ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാംഗോ ഒക്കെ പ്യൂരി ആക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് നുറുക്ക് ഗോതമ്പ് ഒന്ന് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കണം. നുറുക്ക് ഗോതമ്പ് ആദ്യം ഒന്ന് കഴുകി കൊണ്ടുവരാം. ഒരു 1/4 കപ്പ് നുറുക്ക് ഗോതമ്പ് നമുക്കൊന്ന് കഴുകി കൊണ്ടുവരാം. ഒരു മാങ്ങ പായസമൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നുറുക്ക് ഗോതമ്പ് നെയ്യിലേക്ക് വറുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്ന, അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഇന്നിപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിലൊരു പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എളുപ്പത്തിൽ കഴുകിയതിന് ശേഷം 1 മണിക്കൂർ നമുക്കിതൊന്ന് കുതിരാനായിട്ട് ഇട്ട് വെക്കണം. അപ്പോൾ ആദ്യം ഇത് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ 1 മണിക്കൂർ കുതിർന്നതിന് ശേഷം നമുക്കിത് കുക്കറിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് പാലിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ 1/4 കപ്പ് നുറുക്ക് ഗോതമ്പ് കുതിർത്തതിൽ നമ്മളിനി 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ബഫല്ലോ മിൽക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പശുപാൽ യൂസ് ചെയ്യാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 2 വിസിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുന്നായിട്ട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നുറുക്ക് ഗോതമ്പ് കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. കാരണം ഇതിൻ്റെ വിസിലിൻ്റെ ഇടയിലൊക്കെ കയറി അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിത് വെച്ചിട്ട് വേറെ എങ്ങോട്ടും പോകാതിരിക്കുക. ഇത് ഈ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ നുറുക്ക് ഗോതമ്പ് എപ്പോൾ കുക്കറിൽ ഉണ്ടാക്കാൻ നേരവും ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഇൻ കേസ് ഇതിൻ്റെ ആവി വരുന്നില്ല, അല്ലെങ്കിൽ വിസിലടിക്കുന്നതിന് കുറേ നേരമായിട്ടൊന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. കുറേ നേരം കഴിഞ്ഞിട്ട് അത് തുറന്ന് നോക്കുക. തുറന്ന് നോക്കി വാൽവൊന്നും അടഞ്ഞിട്ടുണ്ടോ, ആ ഒരു കിഴുത്തയിൽ നുറുക്ക് ഗോതമ്പ് പോലെയും കയറിപ്പോയിട്ടുണ്ടോ നോക്കുക. വീണ്ടും ഒന്നുകൂടി വെക്കുക. അപ്പോൾ എപ്പോഴും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല, ഞാനൊരു സേഫ്റ്റി മെഷർ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ 2 വിസിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതാ നുറുക്ക് ഗോതമ്പ് ഇതിങ്ങനെ ഒട്ടിയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇതങ്ങ് അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, തീരെ ആവിയൊന്നും പുറത്തോട്ട് വരാതെ. അപ്പോൾ ഇതാ നമ്മുടെ നുറുക്ക് ഗോതമ്പൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക. വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വിസിൽ വെക്കുക. നമ്മുടെ ഇവിടെ നല്ല വെന്തിട്ടുണ്ട്. തീരെ വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് നല്ല ലൂസ് പാകത്തിന് പശുപാൽ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അത് കുറച്ച് പാടുള്ള പരിപാടി ആയതുകൊണ്ടാണ് നമ്മളിവിടെ പശുപാലോ അല്ലെങ്കിൽ ബഫല്ലോ മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാരയോ കണ്ടൻസ്ഡ് മിൽക്കോ ഒക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അത്രയും മധുരം നമ്മൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 4-5 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മധുരമൊക്കെ നമ്മുടെ നുറുക്ക് ഗോതമ്പിലേക്ക് പിടിച്ച് കിട്ടും. അതോടൊപ്പം തന്നെ ഇത് കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുക്കറിൽ നുറുക്ക് ഗോതമ്പ് ഒന്ന് കുക്ക് ചെയ്തെടുത്തു. പാലൊഴിച്ചിട്ട് നല്ല വെന്തതിന് ശേഷം വീണ്ടും ഒന്നെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം, അല്ലെങ്കിൽ പാല് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് മധുരം പഞ്ചസാരയോ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കുറുക്കി എടുത്തിട്ടുണ്ട്. അത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. വളരെ എളുപ്പമാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് നല്ലപോലെ തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പ്യൂരി ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഏലക്കാപ്പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചൂടോടെ നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റും മണവും ഒക്കെ മാറിപ്പോവും. അതുകൊണ്ട് തണുത്തിട്ട് വേണം നമ്മൾ, അല്ലെങ്കിൽ ചൂടാറിയിട്ട് വേണം നമ്മൾ മാങ്ങ പ്യൂരി ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല കുറുകിയായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ മാങ്ങ പുഡിങ്ങാണല്ലോ തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചോപ്ഡ് ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ വാങ്ങിച്ച ഈറ്റ് ഫിറ്റിലും അവർ ചോപ്ഡ് ബാദാം ചേർത്തിട്ടുണ്ടായിരുന്നു. നെയ്യിലൊന്ന് വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മളിപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കുന്നതുകൊണ്ട് നെയ്യിൽ വഴറ്റാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നെയ്യിൽ വഴറ്റിയിട്ട് ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരു നുള്ളിൽ ഏലക്കപ്പൊടി കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ മധുരം നോക്കുക. മധുരം പോരാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.